ഇത് രാവിലെ തന്നെ എ സി ക്ലീൻ ആക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വിൻ്റർ ആയിരുന്നുകൊണ്ട് നമ്മൾ എ സി ഒരു 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടായിരിക്കുമല്ലോ ഒരു 8-9 മാസം. അപ്പം ഞങ്ങൾ ഈ എ സി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എ സി എല്ലാം ഊരി നന്നായിട്ട് കഴുകി അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഞങ്ങൾ എ സി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി ഒരു 9 മാസം നമുക്ക് ഇവിടെ ചൂട് തന്നെയാണല്ലോ, അപ്പോൾ യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അതിനിടയിൽ എ സി ചീത്തയായ പിന്നെ നമുക്ക് പണിയാകും. എ സി ഒക്കെ റെഡിയാക്കിയിട്ട് അവർ പോയി. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഒന്ന് ഉച്ചയ്ക്കത്തേനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതിനിടയിൽ ഞാൻ മദീന വരെ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്യാരറ്റും ക്യാബേജും കൂടെ ഉള്ളൊരു തോരനാണ് റെഡിയാക്കുന്നത്. പച്ചക്കറിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും ഉണ്ടായിരുന്നുകൊണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ കൈകൊണ്ടൊന്നും അരിഞ്ഞിടുവാണ്. ഉള്ളി ചോപ്പറിലിടുമ്പം അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര പാടാണല്ലോ. ഇത് നെയ്മത്തിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് പ്രോൺസും വാങ്ങിയിട്ടുണ്ട്. പ്രോൺസ് പിന്നെ മോന് വേണ്ടിയിട്ടാണ്, അവൻ മത്തിയൊന്നും കൂട്ടൂല. കുറച്ച് മീൻ ഞാൻ വറക്കാനും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളതിൽ അരച്ച് പുരട്ടി വെക്കണം. അതിനായിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ ഒരു നാരങ്ങയുടെ നീരും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് മുളക് പൊടി ചേർക്കുന്നില്ല. ഒരു ഗ്രീൻ മസാലയിൽ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. അതിനെ ഞാൻ 2 പാർട്സായിട്ട് തിരിച്ചിട്ട് ഒന്നിൽ ഞാൻ പ്രോൺസ് ഒന്ന് അരച്ച് പുരട്ടി വെച്ചു, മറ്റേതിൽ കുറച്ച് മത്തി എടുത്തിട്ട് അതും ഒന്ന് അരച്ച് പുരട്ടി വെച്ചു. പിന്നെ ഇന്ന് എടുക്കാത്ത മീനുകളൊക്കെ അരച്ച് പുരട്ടിയതെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെച്ചു. പിന്നെ മത്തി കുറച്ച് വറക്കാനായിട്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി ഉണ്ടാക്കണം. നെയ്മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കറി വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു സീസണിൽ ഇവിടെ നല്ല നെയ്മത്തി കിട്ടാനുണ്ട്. എനിക്കൊന്ന് കേരളത്തിലൊക്കെ ഇതിന് ഒമാൻ മത്തി എന്നാണ് തോന്നുന്നു അറിയപ്പെടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ സാധാരണ നമ്മൾ മുളകിട്ട മീൻകറി വെക്കൂലേ, കുടമ്പുളിയൊക്കെ ഇട്ട്, അതാണ് ഇന്നും വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് തോരൻ വെക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ അരിയും കൂടി അങ്ങ് അടുപ്പിലേക്ക് ഇട്ടു. അല്ലെങ്കിൽ ചില സമയത്ത് ചോറ് വെക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ ചോറും അടുപ്പിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ മത്തിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ല മത്തിയായിരുന്നു, കാരണം അതിൻ്റെ ആ ഒരു വറുക്കുന്ന മണം, മത്തി വറുക്കാൻ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മത്തിയായിരിക്കുന്നു. അപ്പോൾ കുറേ നാളായി മത്തി വറുത്തതൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ തൊട്ടേ കൊതിയായിട്ടുണ്ടായിരുന്നു ഇന്ന് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ മത്തിയൊക്കെ വറുത്തെടുത്തു. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്നെല്ലാം മത്തിമയമാണ്. പിന്നെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു ഉച്ചയ്ക്കത്തെ ഊണേ.